കൂടുതൽ വിവരങ്ങളുമായി യുദ്ധസമാനമായ സാഹചര്യം ജമ്മു കാശ്മീരിൽ ഉടലെടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ ഈ രാത്രിയിൽ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് ഡ്രോണുകൾ പായിക്കുന്നു. അതും ചൈനീസ് നിർമ്മിതമായ അല്ലെങ്കിൽ ചൈനയിൽ നിന്നും നിർമ്മിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് ഷെല്ലാക്രമണം ഈ രാത്രിയിൽ നടത്താനുള്ള ശ്രമം. പക്ഷെ കൃത്യമായി ഭാരതം അതിനെ ചെറുക്കുന്നു. ഒരൊറ്റ ഡ്രോൺ പോലും ഭാരതത്തിൻ്റെ മണ്ണിൽ വീഴാതെ കൃത്യമായി അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ ഭാരത സൈന്യത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ആകാശ യുദ്ധമാണ് ജമ്മു കാശ്മീരിൽ കാണാൻ കഴിയുന്നത്. അത് കൃത്യമായി ഇത് മനസ്സിലാക്കി മുന്നൊരുക്കം നടത്തിക്കൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ കൃത്യമായി തിരിച്ചടി അവിടെ നടക്കുന്നു. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പോലും വെടിവെച്ചിടാൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ രാത്രിയിൽ പങ്കുവെക്കാൻ കഴിയുന്നത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, അങ്ങനെ ഭാരത സൈന്യത്തെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാനൊന്നും പാകിസ്ഥാന് കഴിയില്ല. കുറച്ച് ഡ്രോണുകൾ ഇങ്ങോട്ട് പറത്തിവിട്ടാലൊന്നും നമ്മുടെ ഭാരത സൈന്യം അതുകൊണ്ടൊന്നും ഭയപ്പെടുന്നവരല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നവർ തന്നെയാണ് പാകിസ്ഥാൻ. പക്ഷേ അവർ ഒരാക്രമണം നടത്തി നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതം കൃത്യമായി തിരിച്ചടിക്കുന്നു. അവരുടെ F-16, F-17 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഭാരതത്തിന് വെടിവെച്ചിടാൻ കഴിയുന്നുണ്ട്. ഗൗതം അനന്തനാരായണൻ, കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഇപ്പോൾ ഭാരതം പ്രത്യാക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ്. ജമ്മുവിൽ നിന്നും മറ്റും ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ പറന്നുയർന്ന് പാകിസ്ഥാന്റെ ലാഹോറിലേക്കും മറ്റും ഇപ്പോൾ മിസൈലുകൾ പായിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായ സ്ഥിരീകരണം സൈന്യം നൽകുന്നതല്ല, നമുക്കല്ലാതെ ലഭിക്കുന്നതായ വിവരങ്ങളാണ്. എന്തായാലും ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രത്യാക്രമണത്തിന് ശ്രമിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരാണെങ്കിലും ഭാരതത്തിന്റെ സൈന്യമാണെങ്കിലും വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണം മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ താവളങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു. പക്ഷേ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത പാകിസ്ഥാൻ അനാവശ്യമായ പ്രകോപനം അതിർത്തിയിൽ സൃഷ്ടിച്ചു. ഇതിനെ തിരിച്ചടി എന്ന നിലയിൽ ഇനിയും ഒരു യുദ്ധമുഖത്തേക്ക് ഭാരതം 2 പതിറ്റാണ്ടിന് ശേഷം ഇറങ്ങുന്നു എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. എന്തായാലും ഇപ്പോൾ ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ റഫേലും അതോടൊപ്പം തന്നെ സുഖോയും ഒക്കെ അടങ്ങുന്ന ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിക്ക് അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് വലിയ ആക്രമണം അവിടെ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ലാഹോർ ഉൾപ്പെടുന്നുണ്ട്. ലാഹോറിൽ രാവിലെയും ഭാരതം ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. പാകിസ്ഥാന്റെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ടുള്ള ലാഹോറിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന വലിയ ആക്രമണം ഭാരതം ഇന്ന് ലാഹോറിൽ നടത്തിയതാണ്. അവരുടെ വ്യവസായ നഗരമായ കറാച്ചിയിലും റാവൽപിണ്ടിയിലുമെല്ലാം ഭാരതത്തിന്റെ ഡ്രോണുകൾ ഇന്ന് പതിച്ചിരുന്നു. പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയായ ഇസ്ലാമാബാദിന് ശക്തമായ താക്കീത് നൽകുന്ന ആക്രമണം ഇന്നലെയും ഇന്നുമായി ഭാരതം നടത്തിയതാണ്. എന്നാൽ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത പാകിസ്ഥാൻ ഇന്ന് ജമ്മുവിലെ ഭാരതത്തിന്റെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുകയും ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായ ജമ്മുവിലെ വിമാനത്താവളം ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോണുകൾ പറത്തുകയും ചെയ്തു. ഇനിയും ഒരു നിമിഷം പോലും മര്യാദയുടെ പാഠങ്ങൾ പാകിസ്ഥാന് മനസ്സിലാകത്തില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഭാരതം വലിയ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിക്ക് അപ്പുറം കടന്നുകൊണ്ട് വലിയ സ്ട്രൈക്കുകൾ നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിനോദ്, തീർച്ചയായും വലിയ തിരിച്ചടി തന്നെയാണ് ഈ രാത്രിയിലും ഭാരത സൈന്യത്തിന് നടത്താൻ കഴിയുന്നത്. ലാഹോർ അടക്കമുള്ള പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിൽ അവരുടെ വ്യവസായ നഗരങ്ങളിലേക്ക് നമ്മുടെ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അങ്ങോട്ടേക്ക് കുതിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഈ നിമിഷം ഗൗതം പങ്കുവെക്കുകയാണ്. നന്ദഗോപൻ കൂടി ചേരുന്നു. നന്ദഗോപൻ, ഈ രാത്രിയിൽ ജമ്മു കാശ്മീരിൽ കാണാൻ കഴിയുന്നത് ആകാശ യുദ്ധമാണ്. അതിന് തുടക്കം കുറിച്ചത് പാകിസ്ഥാനാണ്. നമ്മുടെ മണ്ണിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട വിമാനത്താവളം, ജമ്മുവിലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ഷെല്ലാക്രമണം ആരംഭിച്ചത്. അത് കൃത്യമായി മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുവാനും അത് തകർത്ത് താഴേക്ക് കളയുവാനുമൊക്കെ ഭാരതത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, പാകിസ്ഥാൻ്റെ യുദ്ധ സാമഗ്രികളെ തകർക്കുന്നതിനൊപ്പം അവരുടെ മടകളിൽ പോയി
അവരെ ആക്രമിക്കാനുള്ള കഴിവും നമുക്കുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഭാരത സൈന്യം. കൃത്യമായി നമ്മുടെ യുദ്ധവിമാനങ്ങൾ അങ്ങോട്ടേക്ക് കുതിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാതെ ഇനിയും മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നില്ല ഭാരത സൈന്യം. കൃത്യമായി പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ നമ്മൾ പൂർണ്ണ സജ്ജരാണ് എന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളാണ് ഈ രാത്രിയിൽ നമുക്ക് പറയാൻ കഴിയുക. നന്ദഗോപൻ, കൂടുതൽ വിവരങ്ങൾ. ക്ഷമയെ പരീക്ഷിക്കരുത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പലതവണ ഭാരതത്തിന്റെ ക്ഷമയെ പരീക്ഷിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷമാണ് ഭാരതം ഇത്തരത്തിലൊരു നടപടിയിലേക്ക്, അതായത് ഒരു പ്രത്യാക്രമണത്തിന് ഭാരതം തയ്യാറായത്. മറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു പാകിസ്ഥാൻ പൗരനോ അല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തിനോ സൈനിക കേന്ദ്രങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരുവിധ കേടുപാടുകളും വരുത്താതെ കൃത്യമായ ഓപ്പറേഷൻ നടത്തിയത് ഭീകര താവളങ്ങളിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിന് അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളായി, ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 13 ദിവസമായി തന്നെ പ്രകോപനപരമായ നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതായത് സിന്ധു നദീ ജലവുമായി ബന്ധപ്പെട്ട കരാർ റദ്ദാക്കിയതിന് പിന്നാലെ ഭാരതത്തിന്റെ BSFന്റെ ഔട്ടർ പോസ്റ്റുകളിലേക്ക്, ലൈൻ ഓഫ് കൺട്രോളിലേക്ക് നിരന്തരം വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്നു. ആ പ്രകോപനം അല്ലെങ്കിൽ പാകിസ്ഥാൻ നടത്തിയ ആ ഷെല്ലാക്രമണത്തിൽ ഒരു ജവാൻ അടക്കം 16 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഒരു മുസ്ലിം പള്ളിയിലെ ഒരു ഉസ്താദ് അടക്കമുള്ളവർ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. നിരവധി വീടുകൾക്ക് കേടുപാട് പറ്റി. പ്രത്യേകിച്ച് പൂഞ്ച് മേഖലയിൽ വലിയ കാര്യമായ നാശനഷ്ടമാണ് പാകിസ്ഥാൻ വരുത്തി വെച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം സ്വാഭാവികമായും ഭാരതത്തിന് മറുപടി നൽകിയേ മതിയാകൂ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം, ഇന്ന് രാവിലെ 15 കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ വേണ്ടിയായിരുന്നു പാകിസ്ഥാൻ ശ്രമിച്ചത്. ജമ്മു, അതേപോലെ തന്നെ ശ്രീനഗർ, ഒപ്പം തന്നെ അമൃത്സർ, അങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ, 15ഓളം കേന്ദ്രങ്ങൾ. അതിൽ ഉൾപ്പെടുന്നത് നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനമായ ഉദ്ധംപൂറും അതേപോലെ തന്നെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമായ ഹരിയാനയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുവാൻ വേണ്ടിയായിരുന്നു പാകിസ്ഥാൻ മുതിർന്നത്. കൃത്യമായ സമയത്ത് S-400 എന്നുള്ള സുരക്ഷാ കവചം, നമുക്ക് റഷ്യ കൈമാറിയ സുരക്ഷാ കവചം, ആ കവചം ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും ഈ 15 ഡ്രോണുകളെയും ഇല്ലാതാക്കി എന്നുള്ളതാണ്. മറിച്ച് 25 ഡ്രോൺ ആക്രമണങ്ങൾ, 15 ഇങ്ങോട്ട് ചെയ്തപ്പോൾ 25 ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ലാഹോറിലടക്കം ഭാരതത്തിന് ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ടും പാകിസ്ഥാൻ പഠിച്ചില്ല. നിരന്തരം വീണ്ടും ഭാരതത്തിന്റെ അതിർത്തി മേഖലയിലേക്ക് ഷെല്ലാക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ രാത്രിയിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിലും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുവാൻ വേണ്ടി പ്രധാനമായും BSFന്റെ ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ ആദ്യഘട്ടത്തിൽ ഷെല്ലാക്രമണം നടത്തി. അതിനുശേഷം കൂടുതൽ മേഖലയിലേക്ക്, ഈ ജയ്സാൽമീർ അടക്കമുള്ള മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തുവാൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. അവിടെയും കൃത്യമായി ഭാരതത്തിന്റെ വ്യോമസേനയ്ക്ക് കൃത്യമായി പ്രതിരോധം തീർക്കാൻ സാധിച്ചു. അങ്ങനെ ജയ്സാൽമീറിൽ നടത്തിയ ഓപ്പറേഷനും പാകിസ്ഥാൻ പരാജയം ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കശ്മീരിലുടനീളം തന്നെ ആക്രമണം നടത്തുവാൻ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് പഞ്ചാബ്, അതേപോലെ തന്നെ ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളെ ഉന്നം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ തൊടുക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം ഭാരതത്തിന്റെ ആവനാഴിയിൽ നിറയെ ആയുധ ശേഖരങ്ങളാണ് എന്നുള്ളത് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നില്ല. പാകിസ്ഥാൻ ഒരായുധം തൊടുക്കുമ്പോൾ അത് ഈ ഡ്രോൺ കേസിൽ തന്നെ ഉദാഹരണമായി എടുക്കാം. 15 ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ 25 ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഭാരതം പാകിസ്ഥാനിൽ പ്രത്യാക്രമണം നടത്തിയത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനോടകം തന്നെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2 പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഭാരതം തകർത്തിട്ടിരിക്കുന്നു. F-17ഉം 16ഉം അടങ്ങുന്ന 2 വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ ഭാരതം തകർത്തിട്ടിരിക്കുന്നു. അതേസമയം ഇതുവരെയായിട്ടും ഭാരതത്തിന്റെ ഒരു ആയുധ ശേഖരത്തിനോ അല്ലെങ്കിൽ ഒരു വിമാനങ്ങൾക്കോ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ വേണ്ടി പാകിസ്ഥാന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ശക്തമായി തന്നെ തിരിച്ചടിക്കുവാൻ വേണ്ടി ഭാരതം ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ്. ഭാരതത്തിലെ ഓരോ സാധാരണക്കാരും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വ്യോമാക്രമണം ഉണ്ടായാൽ അതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കുവാനുള്ള ശേഷി ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കുണ്ട്. ഇസ്രയേലും അതേപോലെ തന്നെ റഷ്യയും ഒക്കെ തന്നെ സഹായിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ആയുധ ശേഖരത്തിൽ ഇത്തരം വ്യോമാക്രമണങ്ങൾ തടയുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ ഒരുപക്ഷെ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ കൂടിയും ഒരു തരത്തിലുള്ള വ്യോമാക്രമണങ്ങളും ഭാരതത്തിലേക്ക് നടത്തുവാൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്.
മാത്രമല്ല ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യോമാക്രമണങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെ ചെറുക്കുവാനും അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാനും ഒക്കെയുള്ള പരിശീലനം കഴിഞ്ഞ ദിവസം മോക്ക് ഡ്രില്ലിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകി. സിവിൽ ഡിഫൻസ് ഫോഴ്സ് കൂടുതൽ ശക്തമാക്കി. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഭാരതം സുസജ്ജമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ എന്ത് സാഹചര്യം ഉണ്ടായാലും അത് പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ചൈനയുടെ ഏത് തരത്തിലുള്ള സഹായം ഉണ്ടായാലും ഭാരതത്തിന് മുന്നിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ സൈനിക ശേഷിയുടെ മുമ്പിലോ ആയുധ ശേഖരങ്ങളുടെ മുമ്പിലോ പാകിസ്ഥാന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ രാത്രിയും വളരെ നിർണായകമാണ്. ഈ രാത്രിയിൽ എന്തും എങ്ങനെയും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയാണ്. അതേസമയം ഈ അതിർത്തി മേഖലയിലൊക്കെ തന്നെ നമ്മുടെ സുരക്ഷാ ഭടന്മാർ, BSF ആദ്യതരത്തിൽ BSFന്റെ സുരക്ഷാ സംവിധാനം, പിന്നീട് ഭാരതത്തിന്റെ സൈനിക ശേഷി, വ്യോമസേന അടക്കമുള്ള ഭാരതത്തിന്റെ സമസ്ത സേനാ വിഭാഗങ്ങളും മിലിറ്ററി, പാരാമിലിറ്ററി ഫോഴ്സ് എല്ലാം സുസജ്ജമായി നിൽക്കുകയാണ്. രാത്രിയിലും സ്വാഭാവികമായും ഈ രാത്രിയിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വിവിധ മേഖലകൾ ആക്രമിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ പദ്ധതിയിടുന്നുണ്ട്. അതെല്ലാം തന്നെ ഭാരതം മുൻകൂട്ടി കൊണ്ടുകൊണ്ട് അതിനെയെല്ലാം തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം ഭാരതം മുൻകൂട്ടി കണ്ട് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ഭാരതത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നത് മാത്രമല്ല, ഭാരതത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുവാൻ ഒരു തരത്തിലും പാകിസ്ഥാനെ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഭാരതത്തിന്റെ സൈന്യത്തിന് പൂർണ്ണമായ പിന്തുണ അല്ലെങ്കിൽ സൈന്യത്തിന് പൂർണ്ണ അധികാരമാണ് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കര, വ്യോമ, നാവിക സേനാ തലവന്മാരുമായി ഇതിനോടകം തന്നെ പലതവണ കൂടിക്കാഴ്ചകൾ നടത്തി. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, മന്ത്രിസഭ അങ്ങനെ പലതവണ ചർച്ചകൾ നടത്തിയ ശേഷം ഈ 3 സൈനിക വിഭാഗത്തിനും 3 സേനാ വിഭാഗങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഭാരതത്തിന്റെ. അതെ, 3 സൈനിക മേധാവികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നിമിഷം കാര്യങ്ങൾ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനും ഭാരതവും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു. ഭാരതം കൃത്യമായി അതിനെ പ്രതിരോധിക്കുന്നുമുണ്ട്. കൃത്യമായ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ, മുന്നേറ്റങ്ങളെപ്പറ്റി കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവിമാരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ, നമുക്കറിയാം പല ഘട്ടങ്ങളിലുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഭാരതം ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും ഇത്തരം സൈനിക നീക്കങ്ങൾ നടത്തുന്നതും. ഏറ്റവും അവസാനം ഇനിയും നടത്തേണ്ട നീക്കങ്ങൾ, ഇനിയും എത്രയും പെട്ടെന്ന് പാകിസ്ഥാന്റെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള സൈനിക നീക്കങ്ങൾ, അതേപ്പറ്റി ആലോചിക്കാനായിരിക്കുമല്ലോ സൈനിക മേധാവികൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഈ നിമിഷം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, ഡൽഹിയിൽ നിർണായകമായ യോഗമാണ് ഇപ്പോൾ ചേർന്നിട്ടുള്ളത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനുമായും കൂടാതെ നമ്മുടെ സായുധ സേനകളുടെ കര, വ്യോമ, നാവിക സേനകളുടെ മേധാവിമാരുമായാണ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. നിർണായകമായ ഒരു രാത്രിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആകാശത്തിൽ കൃത്യമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലെത്തുന്നു. ഭാരതത്തിന്റെ ഫൈറ്റർ ജെറ്റുകൾ അംബാലയിൽ നിന്നും ജമ്മു വിമാനത്താവളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഫൈറ്റർ ജെറ്റുകൾ അതിർത്തിയിൽ പാകിസ്ഥാൻ ലക്ഷ്യമാക്കിയുള്ള മിസൈലുകൾ പായിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ലാഹോറിൽ ഭാരതത്തിന്റെ ഡ്രോൺ ആക്രമണം വീണ്ടും നടത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് പാകിസ്ഥാൻ വീണ്ടും ഒരു പ്രകോപനത്തിന് ശ്രമിച്ചുകൊണ്ട് ജമ്മുവിൽ ഡ്രോണുകൾ എത്തിക്കുകയും ജമ്മു, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്താൻ ശ്രമിച്ചപ്പോൾ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ ശൃംഖല, അതായത് S-400 ഉൾപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അത് വളരെ കൃത്യമായി പരാജയപ്പെടുത്തുകയും പാകിസ്ഥാന്റെ 2 ഫൈറ്റർ ജെറ്റുകൾ F-16 കൂടാതെ FJ-17 വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് പിറകെയാണ് ആ പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നിമിഷങ്ങൾക്കകം തന്നെ ഭാരതം നൽകി എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലാഹോറിൽ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. കൂടാതെ ജമ്മു വിമാനത്താവളത്തിൽ നിന്നും അംബാലയിലെ വ്യോമതാവളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങിയിട്ടുള്ള നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ, യുദ്ധ വിമാനങ്ങൾ അതിർത്തി മേഖലകളിൽ തമ്പടിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് മിസൈലുകൾ പായിച്ചു എന്ന റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നിട്ടുള്ളത്.
നടത്തിയിട്ടുള്ളത്. തീർച്ചയായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനുമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനുമായും കൂടാതെ കര, വ്യോമ, നാവികസേനാ മേധാവിമാരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടി നിലവിൽ പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തിനുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് സജ്ജമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള തയ്യാറെടുപ്പുകൾ ഭാരതം നടത്തിയിട്ടുള്ളത്. പ്രതിരോധ സംവിധാനങ്ങൾ S-400 ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും വളരെ കൃത്യമായിട്ടുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളും സമുദ്ര അതിർത്തിയിലെ പടക്കപ്പലുകളും അതിർത്തി മേഖലകളിൽ ടാങ്കറുകളും മിസൈൽ ലോഞ്ചറുകളും ഉൾപ്പെടെ എന്തിനും സജ്ജമായ തയ്യാറെടുപ്പുകൾ ഭാരതം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കടന്നു പോകുമോ എന്നുള്ളത് നോക്കിക്കാണണം. ഒപ്പം ഇന്നിപ്പോൾ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള വലിയ പ്രകോപനം ജമ്മു വിമാനത്താവളം, ജമ്മു യൂണിവേഴ്സിറ്റി, സാംബ, അഗ്നൂർ, കൂടാതെ ശ്രീനഗർ വിമാനത്താവളം, രാജസ്ഥാൻ അതിർത്തിയിൽ ജയ്സാൽമീർ, പഞ്ചാബ് അതിർത്തിയിൽ അമൃത്സർ, കൂടാതെ പത്താൻകോട്ട് സൈനിക താവളം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളും ഫൈറ്റർ ജെറ്റുകളിൽ നിന്നുള്ള മിസൈലുകളും എത്തിയിട്ടുള്ളത്. ഒരു ഡ്രോൺ പോലും പാകിസ്ഥാന്റെ ഒരു ഡ്രോൺ പോലും ഭാരതത്തിന്റെ മണ്ണിൽ സ്പർശിക്കുകയോ ലക്ഷ്യസ്ഥാനത്തെത്തി സ്ഫോടനം നടത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. മുഴുവൻ മിസൈലുകളും ഡ്രോണുകളും ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ വിജയകരമായി പ്രതിരോധിച്ചു. അതിന് പിറകെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ വീണ്ടും ഭാരതം തിരിച്ചടി നൽകിയെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലാഹോറിൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. കൂടാതെ അതിർത്തിയിൽ ഫൈറ്റർ ജെറ്റുകൾ കൃത്യമായിട്ടുള്ള പ്രതിരോധവും മിസൈൽ ആക്രമണവും നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായി ഇന്ന് വൈകിട്ടും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പം വിദേശകാര്യ സെക്രട്ടറി മിശ്രയും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സംഘർഷം വഷളാക്കാൻ ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതായത് ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആദ്യം ഭീകരവാദികൾക്കും പിന്നീട് പാകിസ്ഥാൻ നടത്തിയ പ്രകോപനത്തിനുമുള്ള തിരിച്ചടിയുമാണ് ഇന്ന് വൈകിട്ടത്തിനുള്ളിൽ ഭാരതം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സംഘർഷം വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രകോപനമുണ്ടായാൽ, ഭാരതത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്താൽ കൃത്യമായ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പും ഭാരതം നൽകിയിരുന്നു. അതുതന്നെയാണ് ഭാരതത്തിന്റെ നിലപാടും നയവും. എന്നാൽ അത് മാനിക്കാതെ, ആ മുന്നറിയിപ്പ് പോലും കണക്കിലെടുക്കാതെ അടിയിരന്നു വാങ്ങുന്ന നയവും പ്രവർത്തനവുമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ജമ്മു കാശ്മീരിലും കൂടാതെ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന അതിർത്തി പ്രദേശങ്ങളിലോട് ചേർന്നിട്ടുള്ള സംസ്ഥാനങ്ങളിലും ഡ്രോൺ മിസൈൽ ആക്രമണം നടത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന്, സായുധ സേനയുടെ ഭാഗത്തുനിന്നുള്ള തയ്യാറെടുപ്പുകൾക്ക് പുറമെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, DGPമാർ, ചീഫ് സെക്രട്ടറിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാരുമായി യോഗം ചേർന്നുകൊണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുകയും അമിത്ഷാ നേരിട്ട് നിർദ്ദേശം നൽകിയത് ഈ സുരക്ഷാ നടപടികൾ അതികർശനമായി പാലിക്കണം, ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ആ യോഗത്തിൽ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള യോഗങ്ങളും നിർദ്ദേശങ്ങളുമാണ് വളരെ കൃത്യമായി ഇത്തരം പ്രതിരോധ നടപടികൾക്ക് സഹായകമാകുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രജൌരി മേഖലയിൽ ഒരു സ്ഫോടനം നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വിനോദ്, അത് എത്രത്തോളം സ്ഥിരീകരിക്കാമെന്നും പ്രേക്ഷകർക്ക് മുൻപിലേക്ക് നമുക്ക് അത് എത്രത്തോളം വസ്തുതയോടെ നൽകാമെന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. പാകിസ്ഥാൻ പ്രാദേശിക മാധ്യമങ്ങളാണ് രജൌരിയിൽ ഇത്തരത്തിൽ സൈനിക താവളത്തിന് സമീപം സൂയിസൈഡ് ബോംബർ അറ്റാക്ക് നടത്തി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായി ജമ്മു കശ്മീരിലെയും പ്രാദേശിക മാധ്യമങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രജൌരിയിൽ ഒരു സ്ഫോടനം നടന്നു എന്നുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ജമ്മു, രാജസ്ഥാൻ, കൂടാതെ പഞ്ചാബ്, ഹരിയാന മേഖലയിൽ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് ശ്രമിച്ച പാകിസ്ഥാന് വളരെ കൃത്യമായ തിരിച്ചടി ഇപ്പോൾ ഭാരതം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തുറന്ന യുദ്ധത്തിലേക്ക്, രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു യുദ്ധപ്രഖ്യാപനമില്ലാതെ യുദ്ധപ്രഖ്യാപനമില്ലാതെ തന്നെ യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പരസ്യമായി യുദ്ധം ആരംഭിച്ചു എന്നുള്ള പ്രഖ്യാപനം മാത്രം ഇനിയും വന്നാൽ മതിയാകും. പക്ഷേ അതിനു മുമ്പ് തന്നെ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നീക്കങ്ങളെ കൃത്യമായി ചെറുക്കാൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ലാഹോർ അടക്കമുള്ള വളരെ തന്ത്രപ്രധാനമായ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ അക്രമം കൃത്യമായി നടത്താൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഈ രാത്രിയിലും അങ്ങോട്ടേക്ക് യുദ്ധവിമാനങ്ങൾ
കുതിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ അവസരത്തിൽ നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നു. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നു. ഗൗതം, നമുക്കറിയാം ജമ്മു കാശ്മീരിൽ ഇപ്പോൾ നമ്മൾ അവിടുന്ന് കാണുന്ന കാഴ്ചകൾ ആകാശയുദ്ധം തന്നെ അവിടെ നടക്കുകയാണ്. പാകിസ്ഥാൻ ഈ രാത്രിയിലും പ്രകോപനപരമായ സമീപനം കൈക്കൊള്ളുന്നു. ഭാരതത്തിലേക്ക് നിരവധി ഡ്രോണുകൾ അവർ അയക്കുന്നു. അവർ കൃത്യമായി ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, സ്കൂളുകൾ ഒക്കെ തകർക്കാനുള്ള, വിദ്യാലയങ്ങൾ, യൂണിവേഴ്സിറ്റികളൊക്കെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഡ്രോണുകളാണ് അവർ അയച്ചിട്ടുള്ളത്. പക്ഷേ അതിനെയൊക്കെ ചെറുക്കാൻ ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ, നേരത്തെ ജിഷ്ണു കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ രജൌരിയിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത, ഇത് കൃത്യമായി സൈനിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നതല്ല, പ്രാദേശിക തലത്തിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ജമ്മുവിലെ ആ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഫോടനം നടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ പാകിസ്ഥാൻ്റെ പല മേഖലകളിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഭാരത സൈന്യം കൃത്യമായി അവിടെ ആക്രമണം നടത്താൻ, അവിടെ കൃത്യമായ മുന്നേറ്റം നടത്താൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തർക്കമില്ലാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ തന്നെയല്ലേ ഗൗതം? വിനോദേ, ഈ ചാവേറുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ ആസ്ഥാനങ്ങളാണ് ഭാരതം പ്രത്യേക ഓപ്പറേഷനിലൂടെ തകർത്തത്. ജെയ്ഷെയുടെ തലവനായ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ, സഹോദരിയും ഭർത്താവും അനന്തരവനും ഒക്കെ ഉൾപ്പെടെ 14 പേർ ഈ കൊടും ഭീകരന്റെ കുടുംബക്കാരെ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ള വലിയ പ്രത്യാക്രമണം ഭാരതം നടത്തിയിരുന്നു. മാത്രമല്ല ഏതാണ്ട് 100-ന് മുകളിൽ ഭീകരവാദികളാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഭാരതത്തിന്റെ അധിനിവേശ ജമ്മു കാശ്മീരിലും അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചാബ് പ്രവിശ്യയിലും നടത്തിയ പ്രത്യാക്രമണത്തിലായി കൊല്ലപ്പെട്ടത്. അതിനാൽ അതിന് മറുപടി എന്ന നിലയിൽ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി വരുന്ന ചാവേറുകൾ ജമ്മു കാശ്മീരിലുണ്ട്. അങ്ങനെ 3 സ്ഥലങ്ങളിൽ, ജമ്മു കാശ്മീരിന്റെ 3 സ്ഥലങ്ങളിലായി ചാവേർ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് IB റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സൈന്യത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും അതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രജൌരിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ രജൌരിയിൽ ഒരു ചാവേർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. സൈനിക ക്യാമ്പിന് സമീപത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ആൾനാശമുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ, പ്രദേശവാസികൾക്ക് പരിക്കുകളുണ്ടോ, അത്തരം കൺഫർമേഷൻ നമുക്ക് ഇനിയും എടുക്കേണ്ടതായുണ്ട്. ഏതായാലും രജൌരിയിൽ ഒരു ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത ഈ മണിക്കൂറുകളിൽ നമുക്ക് സ്ഥിരീകരിക്കാം. ഇത് നേരത്തെ തന്നെ IB റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ലഭ്യമായിരുന്ന വിവരമാണ്. അത് ഒരു സ്ഥലത്തല്ല, അതിൽ ഇനിയും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ രജൌരിയിൽ ഒരു ചാവേറാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. IB റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ 2 ആക്രമണങ്ങൾ കൂടി ഇനിയും ഒരുപക്ഷെ ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായേക്കാം. കാരണം ജെയ്ഷയുടെയും ലഷ്കറിന്റെയും ഒക്കെ ആസ്ഥാനങ്ങൾ ആക്രമിച്ചതിന് ഒരു മറുപടി എന്ന നിലയിൽ ഈ ഭീകരശക്തികൾ ജമ്മു കാശ്മീരിൽ ബോധപൂർവമായ ചാവേർ ആക്രമണത്തിന് ശ്രമിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജമ്മു റീജിയണിലായിരിക്കും ഇവർ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം അതിനും ഒരു മതപരമായ വിഷയങ്ങളുണ്ട്. കാരണം ജമ്മു ഹിന്ദു ഭൂരിപക്ഷമായ മേഖലയാണ്. അതിനാൽ തന്നെ ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഡ്രോണുകളാണെങ്കിലും വന്നിരിക്കുന്നത് ജമ്മു യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് പതിക്കാനും അതുപോലെ തന്നെ ജമ്മു വിമാനത്താവളത്തിനും നേരെയാണ്. അതിനാൽ തന്നെ ജമ്മു ഒരു ഹിന്ദു ഭൂരിപക്ഷ ബെൽറ്റ് എന്ന നിലയിൽ അവിടേക്ക് കൂടുതൽ ആക്രമണം നടത്തുവാൻ ഇസ്ലാമിക ഭീകര ശക്തികൾ ശ്രമിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. എന്തായാലും വലിയ ആകാശ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കരമാർഗവും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ജമ്മു കാശ്മീരിന് അപ്പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പഞ്ചാബിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ ജയ്സർമീറിലുമെല്ലാം അതിർത്തിയിൽ വലിയ സംഘർഷങ്ങൾ ഈ ഭാരതത്തിന്റെയും പാകിസ്ഥാനെയും സേനകൾക്കിടയിൽ നടക്കുന്നു. ഇത് കൂടാതെ 3 പോർ വിമാനങ്ങൾ വീഴ്ത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നേരത്തെ തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചതാണ്. US-ന്റെ വിമാനമായ പാകിസ്ഥാന് US മുൻപ് നൽകിയിട്ടുള്ള F-16ഉം അതുപോലെ തന്നെ ചൈന നൽകിയിട്ടുള്ള J-17 എന്നീ 2 J-17ഉം ഒരു F-16ഉമാണ് ഭാരതത്തിന്റെ മിസൈൽ ആക്രമണത്തിലൂടെ ഈ 3 പോർ വിമാനങ്ങൾ പാകിസ്ഥാന്റേത് നിലംപതിച്ചിരിക്കുന്നത്. അത് കൂടാതെയാണ് പിന്നീട് 50ഓളം ഡ്രോണുകൾ ജമ്മുവിലെ യൂണിവേഴ്സിറ്റിയും അതോടൊപ്പം തന്നെ വിമാനത്താവളവും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് വന്നത്. ആ ഡ്രോണുകളെല്ലാം കൃത്യമായി തന്നെ ആകാശമാർഗം തന്നെ പൂർണ്ണമായി തകർക്കുവാൻ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ രജൌരിയിൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നു. അതോടൊപ്പം ഇസ്ലാമാബാദ്
ഇസ്ലാമാബാദിലും ഭാരതത്തിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്നൊരു വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. അതിലും സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇസ്ലാമാബാദ് നമുക്കറിയാം പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയാണ്. പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം അവിടെയാണ് ഉള്ളത്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ലാഹോറിലും അതുപോലെ തന്നെ കറാച്ചിയിലും റാവൽപിണ്ടിയിലും സിയാൽകോട്ടും ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാന നഗരങ്ങളെ എല്ലാം പ്രകമ്പനം കൊള്ളിക്കുന്ന ഭാരതത്തിന്റെ വലിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഇസ്ലാമാബാദിലേക്കും ഭാരതത്തിന്റെ മിസൈലുകളോ ഡ്രോണുകളോ എത്തി എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ വരികയാണ്. പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയിലേക്ക് തന്നെ കയറി അടിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇപ്പോൾ ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോദേ, തീർച്ചയായും കൃത്യമായി വ്യോമ മേഖലയിൽ ഭാരതത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ കൃത്യമായി വെടിവെച്ചിടാൻ കൂടി ഭാരത സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. ലാഹോർ അടക്കം ഉള്ള പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് യുദ്ധവിമാനങ്ങൾ പായിക്കാനും ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രജൌരിയിൽ ഇത്തരത്തിലുള്ള ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ കൃത്യമായി ഒരു യുദ്ധപ്രഖ്യാപനം മാത്രം ഇനി പുറത്തു വന്നാൽ മതിയാകും. അതിനു മുമ്പ് തന്നെ ഏറ്റുമുട്ടൽ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ ആദ്യഘട്ടം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ എല്ലാവിധ പ്രകോപനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ അതിർത്തി മേഖലകൾക്കിപ്പുറത്തേക്ക്, പ്രത്യേകിച്ചും ജമ്മുവിലെ വിമാനത്താവളം, അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, അവിടുത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ തകർക്കാനുള്ള പദ്ധതിയുമായി അവർ കൃത്യമായി ഡ്രോണുകൾ പായിക്കുന്നു. അതും ചൈനീസ് നിർമ്മിതമായ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അവർ ഭാരതത്തിന് നേരെ ആക്രമണം നടത്തുന്നത്. നമുക്കറിയാം, ഈ ഭീകരവാദ പ്രവർത്തനം ഉണ്ടായപ്പോൾ മുതൽ പഹൽഗാമിൽ 26 ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായപ്പോൾ ആ സംഭവത്തിൽ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ചൈന അവരുടെ ആയുധങ്ങൾ കൃത്യമായി പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാരതത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ആദ്യമേ തന്നെ അവർ കൃത്യമായി ചൈനീസ് നിർമ്മിതമായ ആയുധങ്ങൾ ഇങ്ങോട്ടേക്ക് പായിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഫലം കാണാൻ കഴിയുന്നില്ല. ഭാരതം കൃത്യമായി അതിനെ ചെറുക്കുന്നുമുണ്ട്. ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയും പാകിസ്ഥാനും ഭായിയാണ്. അവർ ഒരുമിച്ച് തന്നെയാണ് ഭാരതത്തിനെതിരെ നീങ്ങുന്നത്. പാകിസ്ഥാന് നൽകിയ പരസ്യമായ പിന്തുണയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ച് ഭാരതത്തിന് നേരെ അതിക്രമം നടത്തുമ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ വ്യക്തമാകുന്നു. പക്ഷേ ചൈനീസ് ആയുധങ്ങൾക്ക് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ തന്നെയല്ലേ ജിഷ്ണു കൃഷ്ണൻ? വിനോദ, ആയുധങ്ങൾ മാത്രമല്ല, പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അധികവും ചൈനയുടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാന്റെ മണ്ണിലേക്ക് അയച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഭാരതത്തിന് സാധിക്കുന്നത്. ഭാരതത്തിന് വളരെ കൃത്യമായി ഭാരതത്തിന്റെ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനങ്ങളിൽ നിന്ന് മിസൈലുകളും ഒപ്പം ഡ്രോണുകളും പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പോലും അടിച്ചു തകർക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്തരത്തിൽ കടന്നാക്രമിക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആയുധങ്ങൾ, അത് ചൈന നൽകിയിട്ടുള്ള ആയുധങ്ങളാണ്. കൂടാതെ തുർക്കിയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന് ഇത്തരത്തിൽ സഹായം ലഭിക്കുന്നു. മറിച്ച് ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അതിൽ കൂടുതലുള്ള സഹായവും പാകിസ്ഥാന് ലഭിക്കുമെന്ന വ്യക്തമായ ധാരണ ഭാരതത്തിനുണ്ട്. കാരണം ഭാരതം എന്ന രാജ്യത്തെ സംബന്ധിച്ച് നിലവിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി വളരുമ്പോൾ അത് എത്രത്തോളം തടയിടാൻ സാധിക്കും എന്നുള്ളത് മറ്റു രാജ്യങ്ങളും സ്വാഭാവികമായും ഭാരതത്തിന് നിരുപാധിക പിന്തുണ നൽകുമ്പോഴും ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും നിൽക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഉണ്ടാകുമെന്ന വ്യക്തമായ ധാരണ ഭാരതത്തിനുണ്ട്. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിക്കൊണ്ടും യുദ്ധമുഖത്തെ കുന്തമുനകൾ, അത് വ്യോമസേന, അത് ആകാശത്താണെങ്കിലും സമുദ്രത്തിലാണെങ്കിലും കരയിലാണെങ്കിലും വളരെ കൃത്യമായി നമുക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധോപകരണങ്ങളും എത്തിച്ചുകൊണ്ടൊരു പ്രതിരോധ നിര ഇതിനോടകം തന്നെ ഭാരതം സ്വീകരിച്ചിട്ടുള്ളത്. ആ പ്രതിരോധ നിരയുടെ കരുത്താണ് ഇന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലും കൂടാതെ ഹരിയാനയിലും ഉൾപ്പെടെ
ജനവാസ കേന്ദ്രങ്ങളിലും സൈനിക താവളങ്ങളിലും ആക്രമണം നടത്താമെന്ന വ്യാമോഹത്തോടെ പാകിസ്ഥാൻ അയച്ചിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും നിഷ്കരുണം വളരെ വിജയകരമായി പ്രതിരോധിച്ചുകൊണ്ട് തച്ചു തകർക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. പാകിസ്ഥാൻ്റെ മിസൈലുകളും ഡ്രോണുകളും ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ കൃത്യമായി തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തിരിച്ചടിക്കുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അംഫാലയിലെയും ജമ്മു വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ, റഫേൽ ഉൾപ്പെടെയുള്ള ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകൾക്ക് മുൻപ് ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ തമ്പടിച്ചുകൊണ്ട് പാകിസ്ഥാൻ മേഖലയിലേക്ക് ഭാരതത്തിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ മിസൈൽ അയക്കുന്നുണ്ട്. കൂടാതെ ലാഹോറിൽ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. അത്തരത്തിലൊരു തുറന്ന യുദ്ധത്തിലേക്ക് ആകാശമാർഗത്തിൽ ആകാശ മേഖലയിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കടക്കുന്നു. ആ സമയത്താണ് രാജ്യതലസ്ഥാനത്ത് നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ചേർന്നിട്ടുള്ളത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവിയുമായും കൂടാതെ സായുധ സേനയുടെ മേധാവിമാർ, കര, വ്യോമ, നാവികസേനയുടെ മേധാവിമാരുമായും കൂടിക്കാഴ്ച നടത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിന് ശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നിർണായകമായ യോഗങ്ങൾ, വിലയിരുത്തലുകൾ, തുടർ നടപടികൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള നീക്കങ്ങൾ അതിർത്തി മേഖലയിലും നടക്കുന്നു. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആകാശ മേഖലയിലെ യുദ്ധത്തെക്കുറിച്ചാണെങ്കിൽ അതിന് യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം കരമേഖലയിലും ഇതിനോടകം നടക്കുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ പൂഞ്ച് മേഖലയിൽ അതിശക്തമായിട്ടുള്ള ഷെല്ലാക്രമണവും വെടിവെപ്പും പാകിസ്ഥാൻ നടത്തിയിരുന്നു. കൂടാതെ ഇന്ന് പുലർച്ചെ മുതൽ ഉറി, കുപ്വാര, ബാരാമുള്ള സെക്ടറുകളിലാണ് പാകിസ്ഥാന്റെ പ്രകോപനം ആരംഭിച്ചത്. അതിന് ശക്തമായി ഇന്ത്യ മറുപടി നൽകി. ആ മേഖലകളിൽ ഇപ്പോൾ വളരെ കൃത്യമായി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനികർ നേർക്കുനേർ നിൽക്കുകയും വെടിവെപ്പും ഷെല്ലാക്രമണവും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഉറി, കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് സെക്ടറുകളിലാണ് ഇത്തരത്തിൽ കരമേഖലയിൽ പാകിസ്ഥാനുമായുള്ള വളരെ കൃത്യമായിട്ടുള്ള ആക്രമണവും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ എത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് സംഘർഷം വഷളാക്കാൻ യാതൊരു തരത്തിലും ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും പ്രകോപനമുണ്ടായാൽ തിരിച്ചടി ഉണ്ടാകും എന്ന കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു, മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് കണക്കെടുക്കാതെയാണ് ഇന്ന് അല്പസമയങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു 8:30 ശേഷമായി ജമ്മുവിലും ഒപ്പം പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനും അടങ്ങുന്ന മേഖലകളിൽ, അതിർത്തി മേഖലകളിൽ ഡ്രോൺ മിസൈലുകൾ അയച്ചുകൊണ്ടുള്ള പ്രകോപനത്തിനും അക്രമത്തിനും പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത്. ജമ്മു വിമാനത്താവളം, ജമ്മു യൂണിവേഴ്സിറ്റി, സാംബ, അഗ്നൂർ മേഖലകളിലും ഒപ്പം ജമ്മു കാശ്മീരിന്റെ കവാടമായിട്ടുള്ള പഞ്ചാബിന്റെ അതിർത്തി പ്രദേശം പത്താൻകോട്ടിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ സൈനിക താവളമുള്ള, സൈനിക കേന്ദ്രമുള്ള മേഖലയാണ്. അത് വിവിധ ട്രൂപ്പുകളുടെ താവളങ്ങൾ കൂടാതെ അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെ സംഭരിച്ചിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ കൂടിയാണ് പത്താൻകോട്ടിലുള്ളത്. ആ പത്താൻകോട്ട് കൂടാതെ ഹരിയാനയിൽ, പഞ്ചാബിൽ, രാജസ്ഥാനിൽ ഈ അതിർത്തി പ്രദേശങ്ങളിലാണ് പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റുകൾ അണിനിരന്നുകൊണ്ട് മിസൈൽ ആക്രമണവും ഒപ്പം ഡ്രോൺ ആക്രമണവും നടത്തിയിട്ടുള്ളത്. ഭാരതത്തിൻ്റെ അതിർത്തി കടന്നെത്തിയിട്ടുള്ള ഡ്രോണുകളും മിസൈലുകളും വളരെ കൃത്യമായി പ്രതിരോധിക്കാനും അത് തകർക്കാനും ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്, സുദർശന ചക്രം എന്ന് ഭാരതം പേരിട്ടിട്ടുള്ള റഷ്യൻ നിർമ്മിത S-400 സംവിധാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഭാരതം നൽകിയിട്ടുള്ള തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ X-16 കൂടാതെ JF-17 തകർന്നു വീണു എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി ഹൈ അലേർട്ടാണ് വ്യോമസേനയ്ക്ക് നൽകിയിട്ടുള്ളത്. സമുദ്ര അതിർത്തിയിലും വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇതിനോടകം അത്യാധുനിക യുദ്ധക്കപ്പലുകൾ, അത് മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെ യുദ്ധക്കപ്പലുകൾ സമുദ്ര അതിർത്തിയിൽ, അറബിക്കടൽ മേഖലയിൽ ഉൾപ്പെടെ ഭാരതം വിന്യസിച്ചിരുന്നു. എന്ത് പ്രകോപനമുണ്ടായാലും കൃത്യമായിട്ട് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള സംവിധാനമാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഇന്ത്യ സംഭരിച്ചിട്ടുള്ള പ്രതിരോധ ഉപകരണങ്ങൾ, ഒപ്പം യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിനായി സംഭരിച്ചിട്ടുള്ള റഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുടെ പർച്ചേസുകൾ, അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ, റഷ്യയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള, ഇന്ത്യ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള അത്യാധുനിക യുദ്ധോപകരണങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, അത്തരത്തിൽ നമുക്ക് ലഭ്യമാകുന്ന
നൽകുന്ന ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധ കുന്തമുനകളുമാണ് അതിർത്തി മേഖലകളിലെല്ലാം തന്നെ രാജ്യം നിരത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള നടപടികളായിരുന്നു ഭാരതത്തിന്റെ സായുധ സേന നടത്തിവരുന്നത്. അതായത് പെഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ ആ ഭീകരാക്രമണത്തിന് കേവലം ഒരു മറുപടി നൽകാനാണെങ്കിൽ അതിനുള്ള ശേഷിയും ശക്തിയും വളരെ കൃത്യമായി പ്രാപ്തിയും സൈന്യത്തിനുണ്ടായിരുന്നു. ആ ഭീകരാക്രമണം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ വേണമെങ്കിൽ സൈന്യത്തിന് ആ പ്രവൃത്തിയിലേക്കും തിരിച്ചടിയിലേക്കും കയറാമായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി ആലോചിച്ച് എന്തെല്ലാം തിരിച്ചടികൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ഭീകരവാദികളുടെയും ഭാഗത്തുനിന്നുണ്ടാകും, എന്തെല്ലാം പ്രകോപനമുണ്ടാകും, എവിടെയെല്ലാം സേനാവിന്യാസം ശക്തമാക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി പഠിച്ച് അതിനനുസൃതമായിട്ടുള്ള സേനാവിന്യാസം നടത്തിക്കൊണ്ട് കര വ്യോമ നാവിക സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. കർശനമായിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. ബ്ലാക്ക് ഔട്ട് ഡ്രില്ലുകൾ നടത്തി. ഏത് സാഹചര്യത്തെയും നേരിടുന്നതിന് പൊതുജനങ്ങളെ പോലും സജ്ജമാക്കുന്നതിന് അതിർത്തി ഗ്രാമങ്ങളിൽ പരിശീലനങ്ങൾ നൽകി. അതിർത്തി മേഖലയിലെ ജനങ്ങളെ ബങ്കറുകളിലേക്കും സുരക്ഷാ കേന്ദ്രങ്ങളിലേക്കും എത്തി. അത്തരത്തിലുള്ള കൃത്യമായ തയ്യാറെടുപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരതം നടത്തി വന്നത്. ആ തയ്യാറെടുപ്പുകൾ പൂർത്തിയായ ഘട്ടത്തിലാണ് ഉചിത സമയത്ത് പാകിസ്ഥാന്റെ അതിർത്തി കടന്നുകൊണ്ട് ഭാരതത്തിന്റെ സ്കാൽപ്പ് മിസൈലുകൾ, റഫേൽ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള സ്കാൽപ്പ് മിസൈലുകൾ പാകിസ്ഥാന്റെ മണ്ണിൽ നിലകൊള്ളുന്ന ജെയ്ഷെ മുഹമ്മദിന്റെയും ഒപ്പം ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും എല്ലാം ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പറന്നു വരികയും അത് തച്ച് തകർക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ നാശനഷ്ടമാണ് ഭീകരർക്ക്. അതായത് പാകിസ്ഥാൻ പുറത്തുവിടുന്നത് പോലെ കേവലം 26 മരണമല്ല, കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100-ലധികമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ അബ്ദുൾ റൌഫ് ഹസ്കർ ഉൾപ്പെടെയുള്ള ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് വൻ നാശനഷ്ടമാണ്, കനത്ത പ്രഹരമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തൊയ്ബയ്ക്കും ഒപ്പം ഹിസ്ബുൾ മുജാഹിദിനും അതിലൂടെ പാകിസ്ഥാനും നൽകിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ മണ്ണിൽ ഇത്തരത്തിൽ ഭീകര ശക്തികളുടെ പരിശീലന ക്യാമ്പുകളുണ്ട് എന്ന് ദൃശ്യങ്ങൾ സഹിതം തെളിയിച്ചു കൊടുക്കുകയായിരുന്നു ഭാരതം ചെയ്തിട്ടുള്ളത്. അതിന്റെ പരിഭ്രാന്തിയാണ് പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാൻ ഭരണകൂടത്തിനുമുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അതിർത്തി മേഖലയിൽ പ്രകോപനത്തിന് അതിർത്തി മേഖലയിൽ കൃത്യമായി പാകിസ്ഥാന്റെ പ്രകോപനങ്ങളെ ചെറുക്കാൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഡ്രോൺ ആക്രമണങ്ങളെ കൃത്യമായി ചെറുക്കുന്ന സമീപനം കഴിഞ്ഞിരിക്കുന്നു. സുദർശൻ എന്നുള്ള പേരിലാണ് ഭാരതം അതിൻ്റെ കൃത്യമായ പ്രതിരോധം തീർത്തിരിക്കുന്നത്. നമുക്കറിയാം സുദർശന ചക്രം അത് കൃത്യമായി പൗരാണിക നാമമാണ്. അതുപയോഗിച്ച് അല്ലെങ്കിൽ ആ നാമം ഉപയോഗിച്ച് ആ ഓപ്പറേഷന് നൽകിയിരിക്കുന്ന പേര് പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ ചെറുക്കുന്നത് സുദർശൻ എന്നുള്ള പേരിലുള്ള പ്രത്യാക്രമണമാണ് ഭാരതം നടത്തുന്നത്. വെറുതെ അവരുടെ ഡ്രോണുകൾ നശിപ്പിക്കുക മാത്രമല്ല, പാകിസ്ഥാൻ്റെ മണ്ണിൽ കൃത്യമായി അവിടെ പ്രകമ്പനം സൃഷ്ടിക്കാനും അവിടെ സ്ഫോടനം നടത്താനും അവരെ കൃത്യമായി പ്രതിരോധിക്കാനും അവരെ ആക്രമിക്കാനും ഭാരതത്തിൻ്റെ നാവികസേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാത്രിയിൽ പറയാൻ കഴിയുന്നത്. നന്ദഗോപൻ കൂടി ചേരുന്നു. നന്ദഗോപൻ, സുദർശൻ എന്ന് പേരിട്ടിട്ടുള്ള നമ്മുടെ പ്രത്യാക്രമണം അത് പാകിസ്ഥാൻ്റെ മണ്ണിൽ പ്രകമ്പനം സൃഷ്ടിച്ച് അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെ വലിയ നിലയിൽ അവരെ ആക്രമിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനും നമുക്ക് 2 തരത്തിലാണ് നമ്മളുടെ സൈനിക വിന്യാസം. ഒന്ന്, പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് നടത്തുന്ന ആക്രമണങ്ങളെ കൃത്യതയോടെ അതേസമയം തന്നെ പ്രതിരോധിക്കുക. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് കൃത്യമായി യുദ്ധവിമാനങ്ങൾ പായിച്ച് അവിടെ കൃത്യമായി മിസൈൽ ആക്രമണം അടക്കമുള്ള അക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ തന്ത്രപ്രധാന മേഖലകൾ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ നന്ദഗോപൻ. വിവരമനുസരിച്ച് നേരത്തെ പത്താൻകോട്ടിലും രജോരിയിലും ഒരു സൂയിസൈഡ് അറ്റാക്ക് നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും അത് തെറ്റായ വാർത്തയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആർമി പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അത്തരമൊരു സംഭവം രജോരിയിലോ പത്താൻകോട്ടിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി BCAS രാജ്യത്തെ മുഴുവൻ എയർലൈൻസുകൾക്കും എയർപോർട്ടിനും കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ എയർപോർട്ടിലേക്ക് എത്തുന്നവർക്ക് സാധാരണ ടെർമിനലിനുള്ളിൽ പ്രത്യേക പാസ് ഉപയോഗിച്ച് കയറാൻ സാധിക്കുമായിരുന്നു. അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്ക് ഉണ്ടാകണം. അതായത് SLPC സെക്രട്ടറി
ലാഡർ പോയിന്റ് ചെക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കൂടുതൽ സുരക്ഷാ പരിശോധന വർദ്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് രാജ്യത്തെ മുഴുവൻ എയർലൈൻസുകൾക്കും അതേപോലെ തന്നെ എയർപോർട്ടുകൾക്കും ഇപ്പോൾ ഈ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നൽകിയിരിക്കുന്നത്. ഏതായാലും ഭാരതം കർശനമായി തന്നെ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഈ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ബ്ലാക്ക് ഔട്ട്, അതായത് മുഴുവൻ ലൈറ്റുകളും അണച്ചുകൊണ്ടുള്ള ബ്ലാക്ക് ഔട്ട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിപ്പോൾ ഫലപ്രദമായി ജമ്മു അടക്കമുള്ള മേഖലകളിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിലും അതേപോലെ തന്നെ ഗുജറാത്തിലെ കച്ച് മേഖലയിലും അടക്കം ഈ ബ്ലാക്ക് ഔട്ട് പൂർണ്ണമായും ലൈറ്റുകളും മറ്റും ഓഫ് ചെയ്ത് ശത്രുക്കളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വെട്ടമണച്ച് പൂർണ്ണമായും ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ബ്ലാക്ക് ഔട്ട് പ്രക്രിയയാണ് ഇപ്പോൾ പ്രധാനമായും ഈ വിവിധ മേഖലകളിലായിട്ട് നടക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ ജയ്സാൽമീറിൽ കൃത്യമായി തന്നെ ജയ്സാൽമീർ ആക്രമിക്കണം, അവിടെ ഭാരതത്തിന്റെ സൈനിക യൂണിറ്റ് ആക്രമിക്കണം എന്ന് കരുതി എത്തിയ ഈ ഡ്രോൺ സിസ്റ്റത്തെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷി വിവരണങ്ങളും മറ്റും ഈ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട്. വലിയ ഉഗ്ര ശബ്ദം കേട്ടു, അതേപോലെ തന്നെ വലിയ മിന്നൽ പോലുള്ള വലിയ തീനാളമായിരുന്നു ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഈ നാട്ടുകാർ, അവിടുത്തെ ജയ്സാൽമീർ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഭാരതത്തിന് നേരെ നിലവിൽ 8 മിസൈലുകൾ തൊടുത്തു എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അത് ഒന്ന് ജമ്മു എയർപോർട്ട് കേന്ദ്രീകരിച്ചും അതേപോലെ തന്നെ മറ്റൊന്ന് സാംബ, അതേപോലെ തന്നെ RS-പുര, അതേപോലെ തന്നെ അർണിയ എന്നിങ്ങനെ ഈ 4 മേഖലകളിലേക്ക് ആക്രമണം നടത്തുവാൻ വേണ്ടിയായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരം ആക്രമണം ഉണ്ടായത്. ഹമാസുമായി ചേർന്ന് അല്ലെങ്കിൽ ഹമാസിന്റെ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുവാൻ വേണ്ടി പാകിസ്ഥാൻ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ 4 ഇടങ്ങളിലേക്ക് 8 മിസൈലുകൾ ഈ പാകിസ്ഥാൻ തൊടുത്തിരുന്നു. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാരതത്തിന്റെ സുദർശന ചക്രം S-400 എന്നുള്ള റഷ്യയിൽ നിന്നും നാം സ്വാംശീകരിച്ച പ്രത്യേക ഏരിയൽ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അത് പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ഇനിയും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഭാരതത്തിന്റെ സൈന്യവും അതേപോലെ തന്നെ മറ്റ് വ്യോമസേന അടക്കമുള്ള മറ്റ് സേനാ വിഭാഗങ്ങളും കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ അലേർട്ടായിട്ട് എല്ലാ കരുതലും കൂടി ആണ് ഭാരതത്തിന്റെ സൈനിക വിഭാഗങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏത് ആക്രമണത്തെയും ചെറുത്തു തോൽപ്പിക്കുവാൻ ശേഷിയുണ്ട് എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മോക്ക് ഡ്രിൽ അടക്കമുള്ള പരിശീലനങ്ങൾ നൽകി കഴിഞ്ഞു. ഭാരതത്തിന്റെ സിവിൽ ഡിഫൻസ് ഫോഴ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എല്ലാ തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെ അല്ലെങ്കിൽ ഇത്തരം മിസൈലുകളാണെങ്കിലും ഡ്രോൺ സംവിധാനങ്ങളാണെങ്കിലും ഇതിനെല്ലാം തകർക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള ആയുധം ഭാരതത്തിന്റെ പക്കലുണ്ട്. നമ്മൾ സുദർശന ചക്ര എന്ന് വിളിക്കുന്ന S-400 അടക്കമുള്ള ആയുധ ശേഖരം ഭാരതത്തിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പരിഭ്രാന്തരാകേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഈ മേഖല പ്രധാനമായും 5 സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ, അതേപോലെ തന്നെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ 5 സംസ്ഥാനങ്ങളിലും ഹൈ അലർട്ട് നിലനിൽക്കുകയാണ്. ഇതിനോടകം തന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പ്രത്യേക യോഗം, ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി സംസ്ഥാനത്ത് സുരക്ഷ കൂടുതൽ കർശനമാക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പഞ്ചാബിലും സമാനമായ രീതിയിൽ പ്രത്യേക യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജസ്ഥാനിന് പുറമെ പഞ്ചാബും അതേപോലെ തന്നെ ഗുജറാത്തും ഒപ്പം ജമ്മു കാശ്മീർ അടക്കമുള്ള ഹരിയാന അടക്കമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ സുരക്ഷ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. പ്രധാനമായും പാകിസ്ഥാൻ എയിം ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത് ഈ 5 സംസ്ഥാനങ്ങളിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ്. നമുക്കറിയാം നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനം, നമ്മുടെ സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനം ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിലാണ്. ആ ഉദ്ധംപൂരിലെ നോർത്തേൺ കമാൻഡ് ആസ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് തൊടുത്ത മിസൈലും ഭാരതം നിർവീര്യമാക്കി എന്നുള്ളതാണ്. ഒപ്പം തന്നെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം ഹരിയാനയിലാണ്.
ഹരിയാന കേന്ദ്രീകരിച്ചും ആക്രമണം നടത്തുവാൻ വേണ്ടി പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു. മിസൈൽ ആക്രമണം നടത്തുവാനായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി. അതും നിർവീര്യമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ പഞ്ചാബിലെ അമൃത്സർ അടക്കമുള്ള മേഖലകളിൽ ആണ് ഈ പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യം വെച്ചിരുന്നത്. അവിടെയും പൂർണ്ണമായി ബ്ലാക്ക് ഔട്ട്, അതായത് ലൈറ്റുകളൊക്കെ തന്നെ ഓഫ് ചെയ്തുകൊണ്ട് അത്തരം വ്യോമ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി ജനങ്ങൾ തയ്യാറെടുത്തു. ഒപ്പം തന്നെ നമ്മുടെ സൈന്യം കൃത്യമായി ഈ അമൃത്സർ മേഖലയിലേക്ക് വന്ന ഡ്രോണുകളും അതും നിർവീര്യമാക്കി എന്നുള്ളതാണ്. ജയ്സാൽമീറിലാണ് ഇപ്പോൾ സ്ഥിതി കുറച്ചുകൂടി രൂക്ഷമായി നിൽക്കുന്നത്. കശ്മീരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മരുഭൂമിയായ പ്രദേശമാണ് ഈ ജയ്സാൽമീർ എന്നുള്ളത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ അവിടെ നിരന്തരം ഇത്തരം ഷെല്ലാക്രമണങ്ങൾ നടക്കുന്നു. BSFന്റെ ലൈൻ ഓഫ് കൺട്രോളിലുള്ള BSFന്റെ ഔട്ട് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല ഈ മരുഭൂമിയിലേക്കും അതേപോലെ തന്നെ ജനവാസ മേഖലയിലും ഒക്കെ തന്നെ ഇത്തരം ഡ്രോണുകളും അതേപോലെ തന്നെ ഷെല്ലുകളും പാകിസ്ഥാൻ പായിക്കുകയാണ്. പരമാവധി അവിടെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടി ഭാരതത്തിന്റെ സൈന്യം ശ്രമം നടക്കുകയാണ്. ഇതുവരെയായിട്ടും രാജ്യത്ത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം നടത്തുവാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കെട്ടിടം തകർക്കുവാനോ അല്ലെങ്കിൽ ഒരാളിനെ വധിക്കുവാനോ അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ നിൽക്കുന്ന ഒരാളിനെ ഇല്ലാതാക്കുവാനോ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ പൂഞ്ച് അതേപോലെ തന്നെ രജോരി അടക്കമുള്ള മേഖലയിൽ ഇത്തരം ഷെല്ലാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 16 പേർ, 15 സിവിലിയൻസും അതേപോലെ തന്നെ ഒരു ആർമി ഉദ്യോഗസ്ഥരും അടക്കം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. അതേപോലെ തന്നെ നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഏതായാലും തക്കതായ നാണയത്തിൽ തന്നെ BSFും തിരിച്ചടിക്കുന്നുണ്ട്. ഒരേ നാണയത്തിൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരടി ഇങ്ങോട്ടടിക്കുമ്പോൾ 10 അടിയാണ് ഭാരതം അവിടെ തിരിച്ചു നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഭാരതത്തിന്റെ സൈനിക ശേഷി ഇപ്പോൾ പാകിസ്ഥാൻ കൃത്യമായി അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂറുകളിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാത്രി വളരെ സംഭവിക്കാം എന്നുള്ള ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ 5 സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ, ഗുജറാത്ത്, അതേപോലെ തന്നെ പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ, ഹരിയാന, ഈ 5 സംസ്ഥാനങ്ങളിൽ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 സംസ്ഥാനങ്ങളിലും അലേർട്ട് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വീണ്ടും ലാഹോറിലേക്ക് ഭാരതം ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ലാഹോറിൽ കനത്ത നാശനഷ്ടം വിതയ്ക്കുവാൻ വേണ്ടി ഭാരതത്തിന് സാധിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ 2 JF-17ഉം ഒരു F-16 വിമാനവും പാകിസ്ഥാന്റെ നമ്മൾ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പാരാമിലിറ്ററി ഫോഴ്സിന്റെ DGമാരുമായും ഡയറക്ടർ ജനറൽമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് BSFന്റെ ഡയറക്ടർ ജനറലുമായി അമിത്ഷാ ഇതിനോടകം തന്നെ ഫോണിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇപ്പോൾ നേരിട്ടുള്ള സംഭാഷണത്തിലേക്ക് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഭാരതത്തിലെ മുഴുവൻ എയർപോർട്ടുകളിലും ടെർമിനലുകളിലേക്കുള്ള യാത്രക്കാരുടെ അല്ലെങ്കിൽ യാത്രക്കാരുടെ ഒപ്പം വരുന്നവരുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഈ ഏവിയേഷൻ അതോറിറ്റി കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള നിർദ്ദേശം മുഴുവൻ എയർലൈൻസുകൾക്കും രാജ്യത്തെ മുഴുവൻ എയർപോർട്ടുകൾക്കും നൽകിയിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് മുഴുവൻ വാഹനങ്ങളെയും അതേപോലെ തന്നെ യാത്രക്കാരുടെ ഒപ്പം വരുന്നവരെയും പരിശോധിച്ച് മാത്രം ഈ ഭാഗത്തേക്ക്, എയർപോർട്ടിന്റെ ഒരു ഭാഗത്തേക്ക് പോലും കടത്തിവിട്ടാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈ അലേർട്ടാണ് 5 സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാത്രിയിൽ ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഡ്രോൺ ആക്രമണങ്ങളോ മിസൈൽ ആക്രമണങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി ഭാരതം കാണുന്നുണ്ട്. ഏതായാലും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അത്തരം ഏത് ആക്രമണങ്ങൾ ഉണ്ടായാലും അതിനെ കൃത്യമായി ചെറുത്തു തോൽപ്പിക്കുവാൻ ഭാരതത്തിന്റെ ആവനാഴിയിൽ ഇനിയും ആയുധങ്ങൾ ബാക്കിയാണ് എന്നുള്ളതാണ് പ്രധാനമായും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. വിനോദ്, തീർച്ചയായും ഭാരതം കനത്ത തിരിച്ചടി തന്നെയാണ് ഈ രാത്രിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഭാരതത്തിന്റെ മണ്ണിൽ നടത്തിയ പ്രകോപനപരമായ നീക്കങ്ങൾക്ക് കൃത്യമായി തിരിച്ചടി നൽകാൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നന്ദഗോപൻ പറഞ്ഞതുപോലെ തന്നെ ഭാരതത്തിൻ്റെ നീക്കങ്ങൾ കൃത്യമായി പാകിസ്ഥാന് മനസ്സിലാകുന്നുണ്ട്. കൃത്യമായി തിരിച്ചടിക്കാൻ ഭാരതത്തിന് കഴിയും എന്നുള്ളതാണ്. 2 തരത്തിലാണ്. ഒന്ന്, പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക. അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് കൃത്യമായി നമ്മൾക്ക് ആക്രമണം നടത്തുക. ഈ 2 മുഖങ്ങളിലും കൃത്യമായ വിജയത്തോടെയുള്ള മുന്നേറ്റമാണ് ഭാരത സൈന്യത്തിന് നടത്താൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ വലിയ ആക്രമണം ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത്. ഈ നിമിഷം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ
നന്ദി അറിയിച്ചുകൊണ്ട്, അമേരിക്കയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്രത്യേകം ട്വീറ്റ് ചെയ്തിരിക്കുന്നു. അമേരിക്ക ഭീകരവാദത്തിനെതിരെ ഭാരതം നടത്തുന്ന ഓരോ മുന്നേറ്റത്തിനും അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്ക് പ്രത്യേക നന്ദി അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകുന്നുണ്ട്. കൃത്യമായി ഭാരതത്തിൻ്റെ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കൃത്യമായി UN സുരക്ഷാ സമിതിയിലടക്കം ഈ വിഷയം ഉന്നയിക്കാനും ഈ പ്രശ്നം നമ്മൾക്ക് അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ നടത്തുന്നത് ഭീകരവാദ പ്രവർത്തനമാണ്. ഭാരതത്തിൻ്റെ മണ്ണിൽ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ പഹൽഗാമിൽ കണ്ടത്. ഇപ്പോൾ ജമ്മു കാശ്മീരിലെ അതിർത്തിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്ക്. चल रहा है देखो। ये हमारे डिफेंस की है, तो आप देख रहे हो किधर सारे जा रहे हैं। मुंह में बम गिर गया गाइस, सारा पूरा चेक करो। ये हमारे डिफेंस की है।